വെൽക്കം ബാക്ക് ടു വീഡിയോ. നല്ല നേരത്തെ വീഡിയോ സങ്കടമുണ്ട്. എന്തായാലും നമുക്ക് നേരെ പോയി നമ്മുടെ കാർ കളക്ഷൻ കണ്ടിട്ടുണ്ട്. ഇന്ന് നമ്മളടിച്ചു നോക്കിയ താറിൻ്റെ ഒരു വേഷനാണ്. നിങ്ങൾ ചോദിച്ചപ്പോൾ താറിൻ്റെ ഗോൾഡൻ വേഷനൊക്കെ എപ്പോഴും ഒരേ പാറ്റേണിൽ അടിച്ചു, പക്ഷെ അതല്ല ഗൈസ്, സർപ്രൈസാണ്. വെയിറ്റ് ആൻഡ് വാച്ച്. ഇതാണ് നമ്മുടെ ഇപ്പോൾ തൽക്കാലത്തെ കാർ കളക്ഷൻ. നേരത്തെ കാർ കളക്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ എൻ്റെ പഴയ വീഡിയോ കണ്ടാൽ മതി. ഇതാണ് ഇന്നലെ അടിച്ചു വെച്ച ഇന്നലെ എന്ന് വെച്ചാൽ കുറച്ച് ദിവസം മുമ്പ്. ഞാനൊരു കൺസിസ്റ്റൻറ്റ് യൂട്യൂബറായ കാരണം അങ്ങനെയൊക്കെയാണ്. എന്തായാലും നമുക്ക് നേരെ പോയി റിയൽ ഷിൻചാൻ പിഞ്ചാൻ്റെ അടുത്ത് പോയി കാർ അടിച്ച് വെച്ചാൽ നമ്മളെ കാര്യം പറഞ്ഞിട്ട് വരാം. റിയൽ ഷിൻചാൻ ആൻഡ് പിഞ്ചാൻ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. നമ്മളങ്ങനെ റിയൽ ഷിൻചാൻ പിഞ്ചാൻ്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഡൊമിങ്കോസിൻ്റെ അടുത്തേക്ക് പോയി ആ ലൊക്കേഷൻ അങ്ങോട്ട് ചോദിച്ചാൽ മതി. ഇന്ന് അടിച്ചു മാറ്റാനുള്ള കാറ് നിങ്ങൾ ഈ ലോകത്തെവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അങ്ങാതിരി കാറാണ് നമ്മൾ അടിച്ചു മാറ്റാൻ പോകുന്നത്. നിങ്ങൾ കണ്ടാൽ ഞെട്ടിപ്പോവും. അച്ചാതി കാറാണ് അടിച്ചു മാറ്റാൻ പോകുന്നത്. ഒരു വലിയൊരു സർപ്രൈസാണ് ഗൈസ്. ഒരു ജിമിട്ടൻ കാറാണ് നമ്മൾ അടിച്ചു മാറ്റാൻ പോകുന്നത്. അവന് ഏകദേശം ഞാൻ പറയാനല്ല, നിങ്ങളെ കാണുമ്പോൾ പറഞ്ഞാൽ മതി. എന്ന് വെച്ചാൽ ഈ വേൾഡ്സ് ലാർജസ്റ്റ് അനിമൽ എലിഫൻറ്റിൻ്റെ അത്ര വലിപ്പമുള്ള സംഭവമാണ് അത്. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി നമ്മുടെ ലൊക്കേഷൻ വെച്ചിട്ട് എപ്പോഴും പോലെ നമ്മൾ ഈ വട്ടം ഡിഫൻഡർ എയർലൈൻസിൽ പോയി ക്രാഷ് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. അതല്ലേ നമ്മുടെ സ്ഥിരം പരിപാടി. ഉണ്ടോ ക്രാഷ് ലാൻഡായി? ഇല്ല ഗൈസ്, നമ്മൾ കറക്റ്റായിട്ട് ക്രാഷ് ലാൻഡ് ആയിട്ടുണ്ട്. അതിൻ്റെ തട്ടിൻ്റെ വരെ കയറിയിട്ടുണ്ട്. എന്തായാലും ഇറങ്ങിപ്പോവാം. സീസോ വേണ്ടവർക്ക് ഇതിൻ്റെ മേലെ ഒന്ന് കയറാം. ഉള്ളിൽ കയറി നിന്ന് ആടി കളിച്ചാട്ടാ. അപ്പോൾ ഡൊമിങ്കോസിൻ്റെ അടുത്ത് പോയി ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ട് വരാം. മിക്കവാറും GTA 5 സിറ്റിയിലായി ഗൈസ്. അങ്ങോട്ടൊക്കെ പോയിട്ട് തന്നെ കാലം മറന്ന് പോയി ഗൈസ്. പോവാൻ എന്തായാലും ലൊക്കേഷൻ എവിടെയാണെന്ന് പോലും അറിയില്ല. നമുക്ക് എന്തായാലും പോയി ചോദിച്ചേക്കാം. ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ മിലിറ്ററി ബേസിൽ അവിടെയൊക്കെ ഇപ്പം ടൈറ്റ് സെക്യൂരിറ്റി ആയിട്ടിരുന്നു. മിക്കവാറും ഞാനൊക്കെ പണി കിട്ടും. എന്തായാലും പോയി മേടിച്ചിട്ട് വാങ്ങി പോയി. ഡൊമിങ്കോസ് നമ്മളെ കളിയാക്കി വിട്ടിട്ടുണ്ട്. അതിന് റിവെഞ്ച് എടുക്കണം. നമുക്ക് ഭയങ്കര ഈഗോവും കാര്യങ്ങളാണ്. നമുക്ക് ബോക്സിങ് കാര്യങ്ങളൊക്കെ അറിയാം. ആ മിലിറ്ററി ബേസിലുള്ള നല്ല മനുഷ്യന്മാർ അവന്മാർ ഇടിച്ചെന്ന് വെച്ചാൽ ഇടിച്ചിടും. അത്രേ ഉള്ളൂ. ഈ കാറിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്ന തേങ്ങ. ഇനി എന്ത് ചെയ്യും? ഐഡിയ, ഒരു കാർ അടിച്ച് മാറ്റാനല്ലേ നമ്മൾ പോണേ. അപ്പം അതായത് ഇവൻ്റെ കാർ അങ്ങോട്ട് അടിച്ച് കടക്കടാ പുറത്ത്. അയ്യോ, ഇവനെന്താ കാറും കൊണ്ട് പോണേ? എന്താ ഭയം കണ്ടോ? ഇപ്പോഴേ ആൾക്കാർക്കൊക്കെ നമ്മൾ ഭയങ്കര പേടിയാണ്. തിരിച്ചിരിക്കാനൊന്നും വരത്തില്ല. എന്തായാലും നമുക്ക് നേരെ നമ്മളെ മിലിറ്ററി ബേസിൽ പോയി തല്ല് വാങ്ങിച്ചിട്ട് വരാം. ഞാൻ പറയുന്നത് അല്ല, അവന്മാരൊക്കെ ഇടിച്ചിട്ടിട്ട് വരാം. മിലിറ്ററി ബേസിൽ ടൈറ്റ് സെക്യൂരിറ്റി ആണെന്നൊക്കെ പറയണം. സീനില്ല. ടൈറ്റ് സെക്യൂരിറ്റി ഒക്കെ ഞങ്ങൾക്ക് പുല്ല് പോലെയല്ലേ. നമുക്ക് അതൊക്കെ വലിയ വിഷയമാണോ? സോ ഗൈസ്, അങ്ങനെ നമ്മുടെ ഡോറൊക്കെ പറഞ്ഞു പോയിട്ട് നമ്മളല്ല ഏതോ ഒരുത്തൻ്റെ കാറിൻ്റെ ഡോറൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതൊന്നും നമുക്കൊരു വിഷയമില്ല. ഇനി ഇതിൻ്റെ അങ്ങോട്ട് ഇടിച്ച് കയറണം. ഇടിച്ച എല്ലാത്തിനും പപ്പടക്കണം. അവന്മാരൊക്കെ തോക്കും കൊണ്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കാർ ഇവിടെ കണ്ടാന്ന് തോന്നുന്നു. നോക്കാം എന്തായാലും. കിടക്കുന്നത് നമ്മുടെ കാറ്. എനിക്കൊന്നും മിലിറ്ററിക്കാരെ പിടിച്ചിട്ടൊക്കെ ആണ്. ഇത് ഇല്ലീഗൽ വണ്ടിയാണ്. കണ്ട ഗൈസ്, ആനയുടെ അത്ര വലിയുള്ള മോൺസ്റ്റർ ട്രക്കാണിത്. കാറിൻ്റെ മോൺസ്റ്റർ ട്രക്ക് കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഇനി വയലൻസ് ആവണമല്ലോ. അതൊക്കെ അങ്ങ് അടിച്ച് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. അമ്മേനൊക്കെ തട്ടിത്തെറിപ്പിച്ചിട്ട് നമ്മുടെ ഡ്രൈവിങ് സ്കിൽസൊക്കെ പുറത്തെടുത്ത് എന്താണ്ടൊക്കെയാണ് കാണിച്ചിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. അടുത്തോട്ട് ഈ മിലിറ്ററി കാർ അടിച്ചു മാറ്റണം ഗൈസ്. പിന്നെ ഒരു വാട്ടർ ടാങ്കൊക്കെ അടിച്ചു മാറ്റണം. ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് മൊത്തം അങ്ങോട്ട് നശിപ്പിക്കണം. ഇങ്ങനെ നല്ല രസമായിക്കോല്ലേ അങ്ങനെ ശബ്ദം കേൾക്കുമ്പോൾ. ഇനി നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോണേക്ക് മുമ്പ് എനിക്കൊരു സ്ഥലം വരെ പോകാനുണ്ട് ഗൈസ്. എവിടെയാണെന്ന് വെച്ചാൽ ഈ വട്ടം വീട് ഈ വഴി പോകണ്ട, വേറൊരു വഴിയുണ്ട്. പുതിയ വഴിയാണ് ഗൈസ്. നിങ്ങളെയും കൂടി ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. ഇവന്മാരൊക്കെ ഇങ്ങോട്ട് തട്ടിക്കളഞ്ഞു. അയ്യോ, പോലീസ് വന്ന്. എൻ്റെ പൊന്നേക്ക് പോലീസുകാരെ കാണിച്ചാൽ തലക്കടിച്ച് കൊല്ലാന്ന് പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് നേരം ഇവരന്മാരെ ഒന്ന് പൊട്ടം കളിപ്പിക്കാം. എന്നിട്ടും പോയില്ലെങ്കിൽ അങ്ങോട്ട് തട്ടിക്കളയാം ഗൈസ്. എന്തായാലും നമുക്ക് നേരെ ഇവന്മാരെ ഒന്ന് വട്ട് കളിപ്പിക്കാം. എല്ലായിടത്തും പോലീസാണല്ലോ. എടോ, എൻ്റെ മോനെ പോലീസുകാരൊക്കെ ഭയങ്കരന്മാരാണല്ലോ. മോൺസ്റ്റർ ട്രക്കിൻ്റെ അടിയിൽ കൂടെ വന്ന് ഇടിച്ചു തന്നാ. ഇവന്മാരെ വട്ട് കളിപ്പിക്കാമല്ലേ.
മാര് വട്ടന്മാരാണ് ഇനി അയ്യോ അല്ല ഇതാണ് ഡ്രൈവിങ് സ്കിൽസ്. എന്ത് പറയാനാണ്. അയ്യോ എന്താ മാങ്ങ തൂങ്ങി കിടക്കണ മോൺസ്റ്റർ ട്രക്ക് കിടക്കണം. അതാദ്യം വേണം. ഈ സൈക്കോ മോഡ് ആവണം ഗൈസ്. സൈക്കോ മോഡിന് വെച്ചാൽ അടിച്ചവന്മാരെ തലയടിച്ച് പൊളിക്കണം. അടി പോട്ടെ. പൊട്ടിത്തെറി. പൊട്ടിത്തെറിക്കട്ടെ. അവന്മാര് മൊത്തം അങ്ങോട്ട് തീർത്തല്ല. ഇനി നമുക്ക് ഇയാളങ്ങോട്ട് തട്ടിയാലോ? തട്ടോ പാവാണെന്നൊക്കെ വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. അവനങ്ങോട്ട് തട്ടാം. ഈ സാധനം അങ്ങോട്ട് കൊല്ലണമില്ല. എന്നാൽ കുഴപ്പമില്ല, വേറെ എന്തെങ്കിലും വെടി വെച്ച് വെക്കാം. അത് ശരി. ഉന്നം ഭയങ്കരമായ കാരണം പിന്നെ ഒന്നും കൊള്ളണില്ല. ഇനി നമുക്ക് നേരെ പോയി അവിടെ വണ്ടി കയറാം. ഈ തേങ്ങയിൽ അങ്ങോട്ട് കയറാനും പറ്റണല്ലോ. എന്ത് പണിയാണ് ഗൈസ്. എനിക്കുള്ള സൂപ്പർ പവറും കിട്ടിയ. എനിക്കിത് കാണുമ്പോൾ എന്ത് ചെയ്യാനാ തോന്നണേന്നറിയാമോ? ഇതുപോലെയാണ് ഞാൻ നല്ലൊരു മാന്യനായാണ്. ഞാൻ അങ്ങനെയും ചെയ്യില്ല. ഞാൻ എങ്ങനെയൊക്കെ ഇത് എൻ്റെ ഹൾക്കിൻ്റെ പവർ കൊണ്ട് ഇതൊക്കെ തള്ളിയിട്ടു. ഇയാളങ്ങോട്ട് തട്ടിയാലോ? ശരി, അങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഇനി നമുക്ക് നേരെ നമ്മുടെ റിയൽ ഷിൻചാൻ പിൻചാൻ്റെ അടുത്തേക്ക് പോവാം. റിയൽ ഷിൻചാൻ പിൻചാൻ എന്തായാലും ഇത് കണ്ടു തന്നിട്ടു. കാരണം ഒരു ആനയുടെ അത്രയും വലിപ്പമുള്ള താറാണ് ഞാൻ ഈ വട്ടം എടുത്തോണ്ട് വന്നേക്കണം. എടുത്തോണ്ടെന്നൊന്നും പറയാനുള്ള അർഹതയില്ല. അടിച്ചു മാറ്റിക്കൊണ്ട് വന്നേക്കണം. അതാണ് എൻ്റെ കറക്റ്റ് വാക്ക്. എന്തായാലും നമുക്കിത് നേരെ ഇവിടെ പാർക്ക് ചെയ്ത് റിയൽ ഷിൻചാനെ പിൻചാനെ വിളിച്ച് കാണിച്ചു കൊടുക്കുക. അവരുടെ കണ്ണിൻ്റെ കൃഷ്ണമണിയൊക്കെ ഐബോൾസും പുറത്തിങ്ങനെ ഒന്ന് തള്ളി നിൽക്കുന്നുണ്ടാവും. അങ്ങനെ തള്ളി നിൽക്കോ ഇല്ലെന്നൊക്കെ അറിയണമെങ്കിൽ അവരെ പോയി വിളിക്കണം. ഈ കാറിൻ്റെ ഇൻറ്റീരിയർ ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം ഗൈസ്. അടുത്ത വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ആ വീഡിയോ കാണാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് നേരെ നമ്മൾ റിയൽ ഷിൻചാൻ പിൻചാൻ്റെ അടുത്തേക്ക് പോയി അവരെ അങ്ങോട്ട് വിളിച്ചിട്ട് വരാം. റിയൽ ഷിൻചാൻ പിൻചാൻ അങ്ങോട്ട് ഞെട്ടുമോ ഇല്ലയോ? നമുക്ക് എന്തായാലും അറിയാം. റിയൽ ഷിൻചാൻ പിൻചാൻ പെട്ടെന്ന് താഴത്തേക്ക് പോയോ? ഓക്കെ ഫ്രണ്ട്, ഞാൻ ഇവരൊക്കെ വിളിച്ചിട്ട് താഴത്തേക്ക് വരാം. നമ്മളങ്ങനെ അവരെ വിളിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും നേരെ താഴത്ത് പോയി വെയിറ്റ് ചെയ്യാം. നമ്മൾ അറിഞ്ഞ അവിടെ ഇവിടെ എങ്ങാണ്ടൊക്കെ സ്ക്രാച്ച് ഉണ്ടെന്നാ തോന്നണേ. എന്തായാലും ആ താറൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം. ആദ്യം അവരെ ഒന്ന് കാണിക്കണം. റിയൽ ഷിൻചാനെ പിൻചാൻ ഇവിടെ എത്തിയിട്ട് റിയൽ ഷിൻചാൻ പിൻചാൻ എങ്ങനെയാണ് ഈ ആനയുടെ വലിപ്പമുള്ള മോൺസ്റ്റർ ട്രക്ക് താറ്? ഒന്നും പറയാൻ അറിയില്ല. എന്തായാലും ട്രിപ്പ് പോകണം നമുക്ക്. ഈ കാറൊക്കെയില്ല. എന്തായാലും നമുക്ക് ട്രിപ്പൊക്കെ പോകണം. നമ്മുടെ കാർ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ വേറെ പലതരം കാർ അടിച്ചു അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ